ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്. അതായത് സാമ്പത്തിക പ്രശ്നങ്ങൾ. ചിലർക്ക് വരുമാനം ഉണ്ടെങ്കിലും അതിൽ ബറക്കത്ത് ഉണ്ടാവില്ല. അവർക്ക് അവരുടെ ചെലവുകൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റാറില്ല. അതുപോലെ തന്നെ മറ്റു ചിലർക്ക് അവരെത്ര ഹാർഡ് വർക്ക് ചെയ്താലും അതിന് കണക്കായൊരു ഏർണിങ്സ് അവർക്ക് ലഭിക്കില്ല. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ചിലർക്ക് എത്ര ചെറിയ വരുമാനം ഉണ്ടെങ്കിലും അതിലവർ വളരെയേറെ ഹാപ്പി ആയിരിക്കും. കാരണം അതിൽ അവർക്ക് അള്ളാഹുവിൻ്റെ ബർക്കത്തുണ്ട്. തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരിക്കലും സമാധാനം ഉണ്ടാവാറില്ല. അതുപോലെ തന്നെ വരുമാനം ഉണ്ടെങ്കിലും അതിൽ ബർക്കത്തില്ലാതെ വരുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ കൂടുന്നു. ചിലപ്പോൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും നമ്മുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റാത്ത ഒരു അവസ്ഥയായിട്ട് പോലും തോന്നും. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇനി എന്താണ് ഞാൻ ചെയ്യുക എന്ന്. ഇതുപോലുള്ള സമയങ്ങളിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും ശരിയായ വഴി കാണിക്കാനും വേണ്ടിയിട്ട് നാം അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് എന്നത് ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല പോകുന്നത്. എന്നാൽ നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ച് അവനെ തവക്കുൽ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ശക്തമാകുകയും ഏത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ നേരിടാനുള്ള ധൈര്യം കൈവരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരികയാണെങ്കിൽ ആ ഒരു സമയത്ത് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ശക്തമായ ദിക്റുണ്ട്. അത് നിങ്ങൾ ഫജ്ർ നമസ്കാരത്തിന് ശേഷം 11 പ്രാവശ്യം ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിനുള്ള ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടും. ഫോർ എക്സാമ്പിൾ, ഒരു സ്ത്രീക്ക് ഒരു ചെറിയ ഏർണിങ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവർക്ക് ആ ഒരു ഏർണിങ്സ് ഒന്നിനും മതിയാകാത്ത ഒരവസ്ഥയായിരുന്നു. അവർക്ക് അവരുടെ ചെലവുകൾ ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നില്ല. എപ്പോഴും കടബാധ്യതയായിരുന്നു അവർക്ക്. എന്നാൽ പെട്ടെന്നൊരു ദിവസം അവർ ഫജ്ർ നമസ്കാരത്തിന് ശേഷം ഈ ഒരു ദിക്ർ ശാന്തമായിരുന്നിട്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ചെല്ലാൻ വേണ്ടി തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് ലഭിച്ചു. അവരുടെ ഏർണിങ്സിൽ കാര്യമായിട്ടുള്ള മാറ്റം സംഭവിച്ചു. അങ്ങനെ അവർക്ക് വരുമാനത്തിൽ ബറക്കത്തുണ്ടാവുകയും മനസ്സിന് സമാധാനം ലഭിക്കുകയും ചെയ്തു. അതുപോലെ ഇന്ന് പല ഫാമിലീസിലും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ചെലവുകളെ കുറിച്ച്. അതായത് നിങ്ങളുടെ വരുമാനം അത് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റാതെ, നിങ്ങൾക്ക് ചെലവുകൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റാത്ത ഒരവസ്ഥയായിരിക്കും. ആ ഒരു സന്ദർഭങ്ങളിൽ നിങ്ങൾ ഈ ഒരു ദിക്ർ പതിവാക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് സഹായം ലഭിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ചെലവുകൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. പലപ്പോഴും നമ്മൾ നമ്മുടെ ചുറ്റുപാട് നോക്കുന്നു. നമുക്ക് എവിടെ നിന്നാണ് പണം ലഭിക്കുക, അല്ലെങ്കിൽ എവിടെ നിന്നാണ് സഹായം ലഭിക്കുക, ആരാണ് നമ്മളെ സഹായിക്കുക എന്ന്. ആ ഒരു സമയം നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസും അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ഏർണിങ്സ് അതൊക്കെ ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടെയാണ്. ഈവൻ നമ്മളിപ്പോൾ കഴിക്കുന്ന ഫുഡ് പോലും എത്രയോ മുന്നേ അള്ളാഹു നമുക്ക് വേണ്ടി തീരുമാനിച്ചുറപ്പിച്ച് വെച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ തളരരുത്. കാരണം മനസ്സ് തളർന്നാൽ നമുക്ക് പ്രശ്നങ്ങൾ വലുതായിട്ട് തോന്നും. എന്നാൽ നിങ്ങൾ സ്ട്രോങ്ങോടെ നിൽക്കുകയാണെങ്കിൽ ഏത് പ്രശ്നങ്ങളും നമുക്ക് എളുപ്പത്തിൽ പരിഹരിക്കാൻ വേണ്ടി പറ്റും. കൂടാതെ ഈ ഒരു ദിക്ർ നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുകയും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അതിലൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏർണിങ്സ് നല്ല രീതിയിൽ ചെലവഴിക്കാനും കുടുംബം സന്തോഷമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും സാധിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നൊരു ഡൗട്ടാണ്, ഇതെങ്ങനെയാണ് ഞാൻ പതിവാക്കുക, ഇത് എന്നെക്കൊണ്ട് പറ്റുമോ എന്നൊക്കെ. എന്നാൽ തീർച്ചയായും ഈ ഒരു ദിക്ർ വളരെ സിമ്പിളാണ്. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് സമയം ചെലവഴിക്കേണ്ടതില്ല. പ്രത്യേകമായിട്ട് ഒരു തയ്യാറെടുപ്പും വേണ്ട. രാവിലെ നിങ്ങൾ ഫജ്ർ നമസ്കാരം കഴിഞ്ഞ് കുറച്ച് നിമിഷങ്ങൾ ശാന്തമായിരിക്കുക. മനസ്സിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഈ ഒരു ദിക്ർ നിങ്ങൾ 11 പ്രാവശ്യം ചൊല്ലുക. ഇത് പതിവാക്കിയാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ കോൺഫിഡൻസ് ലഭിക്കും. തീർച്ചയായിട്ടും ആ ഒരു ദിക്ർ ഇതാണ്: ഹസ്ബി അല്ലാ ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. അത് അർത്ഥമാക്കുന്നത്, എനിക്ക് മതിയാകുന്നത് അള്ളാഹുവാണ്, അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല, ഞാൻ അവനിൽ ആശ്രയിക്കുന്നു, അവൻ മഹത്തായ അർഷിൻ്റെ പ്രഭുവാണ് എന്നാണ്. ഈ വാക്കുകൾ ഓരോ തവണ നമ്മൾ പറയുമ്പോഴും മനസ്സ് അള്ളാഹുവിൻ്റെ കരുണയിൽ മുഴുകുന്നു. പ്രശ്നങ്ങൾ എത്ര വലിയതായാലും അവൻ നോക്കിക്കൊള്ളുമെന്ന വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ നിറയുന്നു. ഈ ഒരു ദിക്ർ പതിവാക്കിയാൽ നിങ്ങളുടെ സമ്പത്തിൽ ബർക്കത്ത് വരും. നിങ്ങളുടെ വരുമാനത്തിൽ വളർച്ചയുണ്ടാകും. ചെലവുകൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അനാവശ്യമായിട്ടുള്ള ആശങ്കകൾ കുറയും. അതുപോലെ തന്നെ
അള്ളാഹു തരുന്ന അവസരങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. കുടുംബത്തിൽ ഐക്യം വർദ്ധിക്കും. കൂടാതെ ഈ ഒരു ദിക്ർ നിങ്ങൾ പതിവാക്കിയാൽ ഇത് നമുക്ക് സമ്പത്തിലുള്ള ബറക്കത്ത് മാത്രമല്ല നൽകുന്നത്, നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻസിന് കൂടി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻസിന്, നമ്മുടെ കുടുംബത്തിന് ഇത് വളരെയേറെ ഹെൽപ്ഫുള്ളാണ്. കുട്ടികൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. കുടുംബത്തിലെ ഭയം, സംഘർഷം എന്നിവ കുറയും. നല്ല വഴിയിലേക്ക് നമുക്ക് കുടുംബത്തെ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. വരും തലമുറക്കും അള്ളാഹുവിൻ്റെ കരുണ ഈ ഒരു ദിക്റിലൂടെ ലഭിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിക്ർ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഓരോ ദിവസവും പതിവാക്കാമെന്ന് നോക്കാം. നിങ്ങൾ ഫജ്ർ നമസ്കാരത്തിന് ശേഷം ശാന്തമായിട്ടിരിക്കുക. ഒരു ഡീപ് ബ്രത്ത് എടുക്കുക. ശേഷം ഈ ഒരു ദിക്ർ 11 പ്രാവശ്യം നിങ്ങൾ മനസ്സിൽ ചൊല്ലുക. അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അവസാനം അള്ളാഹുവിൻ്റെ കരുണ ഓർത്തുകൊണ്ട് കുറച്ച് നിമിഷങ്ങൾ മൗനമായിട്ട് ഇരിക്കുക. ഇത് പതിവാക്കുന്നത് വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമല്ല. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും അള്ളാഹു നമ്മോടൊപ്പമുണ്ട് എന്നൊരു വിശ്വാസം മതി. നമ്മൾ അള്ളാഹുവിൽ ആശ്രയിച്ചാൽ അവൻ നമുക്ക് വഴി കാണിക്കും. അതിനാൽ ഇന്നു മുതൽ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഫജ്ർ നമസ്കാരത്തിനു ശേഷം ഈ ഒരു ദിക്ർ 11 പ്രാവശ്യം ചൊല്ലിത്തുടങ്ങുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. അള്ളാഹു നമ്മൾക്ക് സമ്പത്തിലും മനസ്സിലും ബറക്കത്ത് നൽകട്ടെ. നമ്മുടെ കുട്ടികൾക്കും വരും തലമുറക്കും നല്ല ജീവിതം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.